ഈ ആർട്ടിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ കല എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി കൂടെയാണ് എന്നുള്ളത്. കലയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള പഴയ വാദത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. എന്താണ് കല ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊഫഷണൽസ് ഉണ്ടാവും, ഇതിനകത്ത് കുറേ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പക്ഷേ അത് ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അവരൊരു ജോലി ചെയ്യായിരിക്കും, പക്ഷേ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന വാക്കിനെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യം വളരെ സൂക്ഷ്മമായിട്ട് ഉത്തരം പറയേണ്ടി വരണമാണ്. നമ്മൾ ഈ ആർട്ട് എന്നൊക്കെ പറയുന്നത് ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ജീവിതത്തിനെ നേരത്തെ അനുഭവിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന മേഖലയ്ക്കകത്ത് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ഗുഹാചിത്രങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു രീതി തന്നെയാണ്. ഇണയെ ആകർഷിക്കാൻ വേണ്ടി നല്ല തൂവലുള്ള ഒരു കിളി മാറുന്നത് ഇണയെ ആകർഷിക്കാനാണെന്നറിയണം. അല്ലാതെ അത് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നല്ല പാട്ട് പാടുന്ന കിളികളെല്ലാം പാട്ടുകൾ പാടുന്നതിന് അതിൻ്റെ ഇണയെ ആകർഷിക്കാനാണ്. അപ്പോൾ ഈ ഭാഷയൊക്കെ അർത്ഥമുള്ള സിമ്പലൊക്കെ ഉണ്ടാക്കിയ അതിന് മുമ്പ് തന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. കിളികൾ പാടുന്നത് മ്യൂസിക്കാണെന്ന് അല്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ അനുകരിക്കുന്നതല്ല, നമ്മളത് എവല്യൂഷണറി ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കോംപ്ലക്സ് ആനിമലാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവനും കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യകാലത്ത് ഭാഷ വികസിക്കുന്നതിന് മുമ്പ് തന്നെ വികസിച്ചതാണ് ഈ ആർട്ടെല്ലാം. സൈൻ ലാംഗ്വേജൊക്കെയാണ് ആദ്യം ഉണ്ടാകുന്നത്. ശബ്ദത്തിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളൂ. സ്പെയിനിൽ നിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ശബ്ദമേ ഉണ്ടാക്കുന്നുള്ളതെന്നറിയാം. ഭാഷയായി മാറണമെങ്കിൽ കളക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്ത് കാക്ക എന്ന് പഠിപ്പിച്ച് ഭാഷ രൂപപ്പെടുത്തി പറ്റും. അതുകൊണ്ട് ആവർത്തനം കൊണ്ട് ഉറപ്പിക്കുന്നതല്ല, ശബ്ദത്തിനകത്ത് അർത്ഥമിരിപ്പില്ല. അർത്ഥം അപ്പുറത്തിരിക്കുന്ന കേൾവിക്കാരനും നമ്മളും തമ്മിൽ നടക്കുന്ന ആശയവിനിമയത്തിനൊരു പ്രതലം ഉണ്ടാക്കുന്നത് വഴി ഉണ്ടാകുന്നത്. അതുപോലാണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ മേഖല മുഴുവൻ വരുന്നത്. അപ്പോൾ ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ഷോഭത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേഷനാണതല്ല, നീരസം കാണിക്കേണ്ടതുണ്ട്. ഒരാൾ നമ്മുടെ മടിയിലോട്ട് കയറി ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കരുതെന്ന് പറയുന്നതിന് വാക്കൊന്നും പറയണ്ട, വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പം തന്നെ അവർക്ക് മനസ്സിലാകുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, മാറി നിൽക്കും. ഇത് ഒരാൾ പിടിക്കാൻ വരുമ്പോഴും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ കാര്യങ്ങളാണ് ഇയാൾ ഇന്ന് ആർട്ടെന്ന് പറയുന്ന സകല സാധനം നമുക്ക് ആദ്യമേ ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ എഴുതുന്നതും പറയുന്നതുമായ ഭാഷ വികസിപ്പിച്ചപ്പോഴേ അബ്സ്ട്രാക്റ്റായിട്ട് അനുഭവത്തിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വളരെ കുറച്ച് ശബ്ദങ്ങളിലൂടെ ഈ വലിയ ലോകം വളരെ അധികം വിശദീകരിക്കാതെ പറയാൻ പറ്റും എന്ന് കാണുന്നത് കൊണ്ടാണ് ഭാഷ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആർട്ട് ഇതിൻ്റെ സെക്കൻഡറി ആയിട്ട് മാറുന്നത്. മറ്റേതങ്ങനെ അല്ല. ഡാൻസ് ചെയ്തിപ്പം ഇണകൾ തമ്മിൽ ഭയങ്കര ഡാൻസാണ്. നമ്മൾ ഷാരൂഖ് ഖാനും ഒരു പെണ്ണും കൂടെ ഈ ബോളിവുഡ് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും വലിയ ഡാൻസാണ് ഈ കിളികളെല്ലാം ചെയ്യുന്നത്. അത് അവരാരെങ്കിലും എവിടെങ്കിലും പോയി ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ടൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ ഭരതനാട്യം ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം എന്നൊന്നും കാണിക്കണ്ട. നന്നായി ചെയ്യാനറിയാവുന്നവരവർ. അവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ആണെന്നറിയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി, നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് ആർട്ട് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അല്ലാതെ ആർട്ട് എന്താണ് സാമൂഹികമായ ഇതാണോ അല്ലയോ എന്നൊക്കെ പറയുന്നത് മനുഷ്യരവരുടെ ലോകം രൂപപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള നിർവചനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി ഒരു ഹിസ്റ്ററിക്കകത്താണ് ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും കലയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നത്. ജീവിതത്തിനെ മനസ്സിലാക്കാത്തവരുടെ ഡിസ്കഷനകത്താണ് അതെല്ലാം ഉള്ളത്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഇയാൾ ഇട്ടിരിക്കുന്ന ഉടുപ്പ് വളരെ സൗന്ദര്യമുള്ള ഒരു ഉടുപ്പല്ലേ. ആ ഉടുപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ ഇഷ്ടമാകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിടുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഒരുങ്ങുക എന്ന് പറയുന്നത്. രാവിലെ എണ്ണീറ്റിട്ട് നമ്മൾ ഒരുങ്ങുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് അവസാനം ഒരുങ്ങിയിട്ട് ഒരു ചിരി ചിരിക്കുന്ന കണ്ണാടി ചിരിക്കുന്നത് നമുക്ക് വേണ്ടി ചിരിക്കുന്നതാണോ? നമ്മുടെ ചിരി നന്നാണോ എന്ന് നോക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെ പുഞ്ചിരിച്ച് ആളുകളെ ഇഷ്ടപ്പെടുത്താനാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് വലിയ കമ്മ്യൂണിക്കേഷനാണ്. ആഹ്ലാദകരമായി ഞാനിരിക്കുന്നത്, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് കൊള്ളത്തില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഉന്നയിച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് വാക്കുകളൊക്കെ, അല്ലാതെ തിരിച്ചല്ല. അതുകൊണ്ട് ആർട്ടാണ് ആദ്യം ഉള്ളത്. എന്ന് പറഞ്ഞാൽ അത് ഭാഷയിലാകാത്ത
എക്സ്പ്രസ് ചെയ്യാനൊക്കുന്ന സന്തോഷവും സങ്കടവും എല്ലാം പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മേഖലയാണത്. നമ്മൾ വേഷത്തിനകത്ത് കറുത്ത വസ്ത്രം ധരിച്ചിട്ട് ദുഃഖം കാണിക്കുന്നത് ഇതെല്ലാം അതെങ്ങനെയാണ്? ഈ മീനിങ് നമ്മൾ ആരോപിതമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. അപ്പം അതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആദ്യ ആർട്ടിസ്റ്റുകളെ ഉള്ളു. ഇന്ദ്രിയങ്ങളിലെല്ലാം കണ്ണിനും ചെവിക്കും തൊട്ടും നമ്മളിങ്ങനെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം വലുതാ. സ്പർശനം കിട്ടാൻ ആൾക്കാർ വന്ന് നിൽക്കത്തില്ലേ? ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ആദ്യം നമ്മൾ ആർട്ടിസ്റ്റിക്കായ എക്സ്പ്രഷൻസാണ്. പിന്നെ നമ്മൾ ഈ ഭാഷ വികസിച്ച് അതുകൊണ്ട് നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വന്നപ്പോഴാണ് ആർട്ടിന് ആ നിലവാരത്തിൽ എംബലിഷ്മെൻറ്റിൻ്റെ യുക്തിക്കകത്ത് ഇതിനെ ഈ ഭാഷയെ പൊലിപ്പിക്കുന്നതായിട്ടാണ് നിൽക്കുന്നത്. ആദ്യകാലത്ത് കവിതയിലായിരുന്നു എല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തിരുന്നത്. എല്ലാ ഇതിഹാസങ്ങളും കവിതയ്ക്കകത്തല്ലേ. കാരണം ഇത് ഓർമ്മിച്ച് വെക്കാൻ ഈ കവിതയാണ് എളുപ്പം. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് എഴുത്ത് ഭാഷയില്ലാതിരുന്ന സമയത്ത് എല്ലാ കാവ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അത് കണക്ക് പഠിപ്പിക്കുന്നതും കാവ്യത്തിലാണ്, അല്ലാതെ തിരിച്ചല്ല. ഇപ്പൊ ആൾക്കാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പാട്ട് പാടി കുട്ടികളെ പഠിപ്പിക്കണം. പണ്ട് പാട്ടിലായിരുന്നു എല്ലാം പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഇതിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് നമുക്കിത് ഇപ്പം ഇത് മനസ്സിലാകാത്തത്. ആർട്ട് എന്തോ എക്സ്റ്റൻഷൻ, അങ്ങനല്ല. നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ ഓരോ തരത്തിലെ ആളുകൾ അപ്പുറത്തുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ മാധ്യമമാണ് നമ്മുടെ ആർട്ടെന്ന് പറയുന്നത്. അത് പലതരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അത് പ്രസൻറ്റബിൾ ആകുക, മറ്റുള്ളവർക്ക് പ്രസൻറ്റബിൾ ആകുക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിക്കാണ്. ഇതൊക്കെ ആ ഏരിയ നമ്മൾ മനസ്സിലാക്കാതെ തിരിച്ചത് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ യുക്തിപരമായി ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ തലതിരിച്ച് കളഞ്ഞത്. മറ്റേത് ഗുഹാചിത്രങ്ങൾ മുഴുവനും അവിടെ വരച്ചിരിക്കുന്നത് എല്ലാം മൃഗങ്ങളുടെ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത്. കാരണം ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതാണ് ഈ മൃഗം എന്താണ് ചെയ്യുന്നത്, അത് എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മുഴുവൻ അതിനകത്തായിരുന്നു. അന്ന് സംസാരിക്കുന്നില്ല, പടം വരച്ചിട്ടാണ് അത് കാണിച്ചിരുന്നത്. ആ ചിത്രങ്ങളാണ് ഇന്ന് ഗുഹാചിത്രങ്ങളായിട്ട്. നമ്മൾ അതിനൊക്കെ ശേഷം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണെന്നൊക്കെ പറയുന്ന ഇന്നത്തെ നമ്മുടെ യുക്തിക്കകത്തൊക്കെ വരുന്നപ്പോഴാണ് ഈ തിരിഞ്ഞു പോയത്. നമ്മൾ ഈ പറയുന്നത് പ്രധാനപ്പെട്ടത് ഇതല്ല. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ മേശയും കസേര ഉണ്ടാക്കുന്നത് പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, അതിനകത്ത് തന്നെ അത് കലാമൂല്യമുള്ളതാക്കി മാറ്റുന്നത്. നമ്മൾ വെറുതെ ഒരു പിച്ചാത്തിക്ക് ഒരു പിടി ഉണ്ടാക്കി ആ പിടിയിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മൾ എന്നേ ചെയ്തിട്ടുള്ളതല്ലേ. നമ്മൾക്ക് ആദ്യത്തെ ലോകത്ത് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1,00,000 വർഷമായി ഈ കക്കയുടെ നടുവിലെ ദ്വാരമിട്ട് എന്നുവെച്ചാൽ ഒരു മാലയിൽ കോർത്തിരുന്നതാണെന്ന് കാണാനൊക്കെ കക്കകൾ 1,00,000 വർഷത്തിന് മുമ്പ് ആഫ്രിക്കയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നമ്മുടെ ദേഹത്ത് ഇട്ടിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ചോദ്യം അവനെ ചോദിച്ചു കഴിഞ്ഞു. ഭാഷ അന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കത് കരുണ്ട് അതിന് തെളിവ് ഭാഷ എന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളതിന് നമുക്കൊരു തെളിവ് ഭൗതികമായി കാണിക്കാനൊക്കത്തില്ല. മെറ്റീരിയൽ ആയിട്ട് കാണിക്കാനായിട്ട് പാടാണ്. കാരണം അത് ഇല്ല. ശബ്ദത്തിന് നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. പക്ഷേ ഭാഷ നമ്മുടെ ലാറിങ്സ്, നമ്മുടെ തൊണ്ടയൊക്കെ ശരിയായി വരണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം കൊണ്ടേ പറ്റത്തുള്ളൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഭാഷ പ്രത്യക്ഷപ്പെട്ടതല്ലെന്നും കാണാൻ പറ്റും. ശരീരം വളരെയധികം ഒരുങ്ങി ശബ്ദം വളരെ നേർത്ത തരത്തിൽ വിന്യസിക്കാനുള്ള എബിലിറ്റി ഇപ്പോൾ ചിമ്പാൻസിയെ നമ്മൾ പറയുന്നത് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതിന് ആ തൊണ്ട അങ്ങനെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര പഠിപ്പിച്ചാലും സൈൻ ലാംഗ്വേജ് ഒക്കെ കുറച്ച് പഠിപ്പിക്കാം എന്നുള്ളതല്ലാതെ ഭാഷ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഭാഷ എന്ന് പറയുന്ന എബിലിറ്റി മനുഷ്യർക്ക് രൂപപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വർഷം കൊണ്ടാണെന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ തെളിവ് നമുക്ക് എടുക്കാനൊക്കത്തില്ല. കാരണം അത് അവിടെ ഭിത്തിക്ക് പടയുക കാണുമല്ലോ. അത് എഴുത്തു ഭാഷ. അക്ഷരം എഴുതി തുടങ്ങിയത് നമുക്ക് ഉള്ള തെളിവെന്ന് പറയുന്നത് ഒരു 8,000 വർഷത്തിനകത്തേ ഉള്ളൂ. ലിപി ഉണ്ടാകുക എന്ന്. അപ്പോൾ വാമൊഴിയായിട്ടായിരുന്നു എല്ലാവരും. അതുകൊണ്ടാണ് കവിതയിലായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നതെന്ന് അറിയേണ്ടതുണ്ട്. ആദ്യം കവിതയിലാണ് ഉണ്ടെന്നേ, കാവ്യങ്ങളാണ് എഴുതിയിരുന്നത്. ആദ്യം എഴുതിയതെല്ലാം ശ്ലോകങ്ങളും പദ്യങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇത് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. അത് അങ്ങനെയാണ് പാട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് കാവ്യാത്മകമായ ജീവിതത്തിനകത്തു നിന്ന് കുറച്ച് എന്താ പറയണ്ടേ, അത്രയും കവിതയില്ലാത്ത കഷ്ടം പിടിച്ച ജീവിതമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കാൽപ്പനികത നമ്മുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ കാൽപ്പനികതയുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും നമ്മൾ പണ്ട് നല്ലതായിരുന്നു, പണ്ടത്തെ പാട്ടുകൾ നല്ലതായിരുന്നു, പണ്ടത്തെ കുടുംബ വ്യവസ്ഥ ജീവിതം നല്ലതായിരുന്നു
ഇതെല്ലാം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും നമുക്ക് ആധുനികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു മാവേലി നാടിനെ അനുഭവിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു കാൽപ്പനികതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചരിത്രബോധം ഇല്ലാത്തൊരു പറച്ചിലല്ലേ? ആളുകളുടെ കൊതികളാണ് ആ പറയുന്നത്. കുട്ടിക്കാലത്തേക്ക് പോകുന്ന മനുഷ്യരുടെ അതാണ്. നമുക്ക് ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി മാറുന്ന സമയത്ത് ജീവിതം